കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനും ആൻസറും. കേരളത്തിൽ 6 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവിക്കുളം, അത് ഇടുക്കിയിലാണ്. കേരളത്തിലെ 6 ദേശീയോദ്യാനങ്ങളും അവയുടെ പേരും വർഷവുമാണ് തന്നിട്ടുള്ളത്. 1 ഇരവിക്കുളം 1978, പെരിയാർ 1982, സൈലന്റ് വാലി 1984, മതികെട്ടാൻചോല 2003, ആനമുടിച്ചോല 2003, പാമ്പാടുംചോല 2003. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയിൽ ദേശീയോദ്യാനങ്ങൾ ഇരവിക്കുളം, പെരിയാർ, മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല, ഇങ്ങനെ 5 ദേശീയോദ്യാനങ്ങളാണ് ഇടുക്കിയിലുള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. കേരളത്തിൽ 7ാമതായി പരിഗണിച്ചിരിക്കുന്ന ദേശീയോദ്യാനമാണ് കരിമ്പുഴ, അത് പാലക്കാട് ജില്ലയിലാണ്. പെരിയാർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കോട്ടുമല, 2019 മീറ്ററാണ് അതിൻ്റെ ഉയരം. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്, ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പെരിയാർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താലൂക്കും പീരുമേടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1984. 1984ലാണ് സൈലന്റ് വാലി നിലവിൽ വന്ന വർഷം. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914. 1914ലാണ് സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകൾ: 1 ഇടിവരച്ചോല റിസർവ്, പുല്ലാരടിച്ചോല റിസർവ്, മന്നവൻചോല റിസർവ്. ഈ 3 ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന റിസർവ് ഫോറസ്റ്റുകൾ. ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല, ഇടുക്കി. ഇടുക്കിയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ആനമുടിച്ചോല ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 2003. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം. തൂവാനം വെള്ളച്ചാട്ടം ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1897 തിരുവിതാംകൂർ സർക്കാർ റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം മതികെട്ടാൻചോല. മതികെട്ടാൻചോലയാണ് 1897 തിരുവിതാംകൂർ സർക്കാർ റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം. മതികെട്ടാൻചോല ദേശീയോദ്യാനം നിലവിൽ വന്നത് 2003. 2003ലാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം നിലവിൽ വന്നത്. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോല, ഇടുക്കി. ഇടുക്കിയിലെ ഉടുമ്പൻചോലയിലാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല. കാട്ടുമലയാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം. മതികെട്ടാൻചോലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികൾ ഉച്ചിൽകുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞാണ്ടാർ, പന്നിയാറിൻ്റെ പോഷക നദികളാണിവ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. പാമ്പാടുംചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. പാമ്പാടുംചോല ദേശീയോദ്യാനം നിലവിൽ വന്നത് 2003. 2003ലാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം നിലവിൽ വന്നത്. ഇരവിക്കുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1975. ഇരവിക്കുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978. ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ആനമുടി. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവിക്കുളം. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ് രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ച ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. ഇരവിക്കുളം ദേശീയോദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ചതാണ്. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. വരയാട് മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ്. വരയാടിൻ്റെ ശാസ്ത്രനാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. വരയാടിൻ്റെ ശാസ്ത്രനാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം
വരയാട്. വരയാടാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം. ഇരവികുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. പാമ്പാർ ഇരവികുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു.